പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തുടനീളം പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ ഒരു നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി ലോക രാജ്യങ്ങൾ വരെ പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനോ BJPക്കോ ഇക്കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മനസ്സിലാകാത്തതല്ല, മനഃപൂർവ്വം അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ചർച്ചയാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിലുള്ള ആളെന്ന് പറയുന്നത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന DY ചന്ദ്രചൂഡിന്റെ മകനും അഭിഭാഷകനുമായ അഭിനവ് ചന്ദ്രചൂഡാണ് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചിരിക്കുന്നത്. ഇത് 2019 ഈ CAA ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ ആളിക്കത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ അഭിഷേക് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പൗരത്വ നിയമ ഭേദഗതി എന്തുകൊണ്ടാണ് ഈ ഭരണഘടനാ വിരുദ്ധമാണ് എന്നതിനെ പറ്റി പറയാനുണ്ടായ കാര്യമാണ് അദ്ദേഹം ആ വീഡിയോയിലുടനീളം വിശദീകരിക്കുന്നത്. ജൂതന്മാരടക്കമുള്ള മതവിഭാഗങ്ങളെ CAAയിൽ ഒഴിവാക്കുന്നുവെന്നും അതിനാൽ നിയമ ഭേദഗതി തികച്ചും ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഈ വീഡിയോയിൽ അഭിനവ് വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 പൗരന്മാർക്ക് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാവർക്കും സമത്വത്തിനും നിയമപരിരക്ഷയ്ക്കും അവകാശം ഉറപ്പുവരുത്തുന്നുണ്ടെന്നാണ് അഭിനവിന്റെ പ്രധാനപ്പെട്ട വാദം. 2020 CAA വിരുദ്ധ പ്രതിഷേധങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം എന്തുകൊണ്ട് ജൂതന്മാരെ CAAയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ജൂതന്മാർക്ക് ഇസ്രായേൽ ഉണ്ടെന്നായിരുന്നു എനിക്ക് ലഭിച്ച മറുപടി എന്നാണ് അഭിനവ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്കും ബുദ്ധമതക്കാർക്കും അവരുടേതായ രാജ്യങ്ങളുണ്ട്. നിരീശ്വരവാദികളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ദൈവമുണ്ടോ ഇല്ലയോ എന്നറിയാത്ത ആഗ്നേയവാദികളെ ഉൾപ്പെടുത്തിയിട്ടില്ല. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ന്യൂനപക്ഷമായി കണക്കാക്കുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ ഒഴിവാക്കി എന്നീ ചോദ്യങ്ങളാണ് അഭിനവ് ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഈ ഒരു കുറിപ്പുമായി ബന്ധപ്പെട്ട് കിട്ടിയ പ്രതികരണങ്ങളിൽ അഭിനവ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതുമാത്രമല്ല, ഇന്ത്യയിൽ താമസിക്കാൻ ആവശ്യമായ യോഗ്യത പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ചുരുങ്ങിയിരിക്കുന്നു എന്നുകൂടി അഭിനവ് ഇവിടെ വിലയിരുത്തുന്നുണ്ട്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുമ്പ് കുടിയേറിയ ഹിന്ദുക്കൾ, സിഖ്, ക്രിസ്ത്യാനികൾ, ബുദ്ധമതക്കാർ, ജൈനർ, പാഴ്സികൾ എന്നീ വിഭാഗങ്ങൾക്ക് CAA ഇന്ത്യൻ പൗരത്വം നൽകുന്നുണ്ട്. ഇന്ത്യൻ പൗരനാകാൻ താല്പര്യപ്പെടുന്നവർ 11 വർഷത്തേക്ക് ഇന്ത്യയിൽ താമസിക്കണം എന്നാണ് പുതിയ നിയമം പറയുന്നത്. എന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തിന് കീഴിൽ വരുന്ന ഒരാൾക്ക് ഈ പൗരത്വം ലഭിക്കാൻ 5 വർഷം മതിയാകും എന്നാണ് ഇപ്പോൾ ഈ ഒരു നിയമത്തിൽ പറയുന്നത്. അപ്പോൾ ചില സംശയങ്ങൾ അവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. പാഴ്സികളുടെ കാര്യത്തിൽ ഈ ഒരു പൗരത്വം നൽകുന്ന കാര്യത്തിൽ എന്ത് തീരുമാനമാകും ഉണ്ടാകുക എന്നുള്ള കാര്യം. പക്ഷേ പാഴ്സികൾ ഇറാനിൽ നിന്ന് പലായനം ചെയ്തു. അവർ ഇറാൻ വിട്ട് ഇന്ത്യയിലേക്ക് വന്ന ഒരു പാഴ്സിക്ക് പൗരത്വം ലഭിക്കാൻ 11 വർഷം കാത്തിരിക്കണം. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്യുന്ന ഒരു പാഴ്സിക്ക് 5 വർഷം കാത്തിരുന്നാൽ മതി എന്നുള്ളതാണ് ഈ പൗരത്വം ലഭിക്കുന്നതിനുള്ള ഒരു വ്യത്യാസം. അങ്ങനെ ഇറാനിൽ നിന്ന് വരുന്ന പാഴ്സി വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾക്ക് 11 വർഷവും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരാൾക്ക് 5 വർഷവും എന്ന് പറയുന്നത് ഒരു വിരുദ്ധമായ നിലപാടാണ്. അതും ഈ പൗരത്വ നിയമ ഭേദഗതിയിലേക്ക് വരുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് കൂടിയാണ് ഇദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അതായത് ഇറാനിൽ നിന്നുള്ള ആളുകൾക്ക് ഇവിടെ പൗരത്വം ലഭിക്കണമെങ്കിൽ 11 വർഷം വേണം. പക്ഷെ അഫ്ഗാനിസ്ഥാൻ വഴി വരുന്നവരാണെങ്കിൽ അവിടെ 5 വർഷം മാത്രം മതി എന്ന് പറയുന്ന ഈ ഒരു കണക്കിലെ ഒരു പൊരുത്തക്കേട് കൂടി അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ CAAയിൽ മറ്റു പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. 1987 മുൻപ് ആർക്കും ജന്മം കൊണ്ട് ഇന്ത്യൻ പൗരത്വം ലഭിക്കുമായിരുന്നു. 87 ശേഷവും 2004 മുമ്പും ജനിച്ച ആളാണെങ്കിൽ ഇവിടെ ജനിച്ചവരാണെന്നും മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യയിൽ ജനിച്ചതാണെന്നും തെളിയിക്കണം എന്നുള്ളൊരു വസ്തുത കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 2004 ശേഷം ജനിച്ചയാളാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലാണ് ജനിച്ചതെന്നും മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരത്വമുള്ളയാണെന്നും മറ്റേയാൾ അനധികൃത കുടിയേറ്റം നടത്തിയവരല്ലെന്നും തെളിയിക്കണമെന്നാണ് ഇതിലെ ഒരു വസ്തുതയിൽ ഇതിന്റെ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ നമ്മളുടെ സമൂഹത്തിലുള്ള പല തരത്തിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജനിക്കുന്നത് ഒരു അനാഥനോ അല്ലെങ്കിൽ ജനിക്കുമ്പോഴേ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ട്രാൻസ്ജെൻഡറോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എങ്ങനെ പൗരത്വം കിട്ടും? അപ്പോൾ നിങ്ങൾക്ക് അച്ഛനോ അമ്മയോ എന്ന കോളത്തിൽ പൂരിപ്പിക്കാൻ ആളുണ്ടാവില്ല. നിങ്ങൾ അനാഥനായിട്ടാണ് വളരുക. അപ്പോൾ അനാഥനായ ഒരാൾ ഇന്ത്യയിൽ ജീവിച്ചാൽ ഇല്ലെങ്കിൽ 2004 ശേഷം ഇന്ത്യയിൽ ജനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പൗരത്വം നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണോ ഇപ്പോഴത്തെ ഗവൺമെന്റ് പറയുന്നത് എന്ന ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലാണെങ്കിൽ പിന്നീട് അവരുടെ കുടുംബം അവരെ അംഗീകരിക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ പോലും ഈ അച്ഛൻ അമ്മ എന്ന് പറയുന്ന 2 കോളം ഫില്ല് ചെയ്യാത്തതിന്റെ പേരിൽ അവർക്ക് പൗരത്വം നഷ്ടപ്പെടുമോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ മാതാപിതാക്കൾക്ക് ഇന്ത്യയിൽ ജനിക്കുന്ന കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്യുന്നത് എന്ന കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ജനിച്ചത് ആ കുഞ്ഞിന്റെ കുറ്റമാണോ എന്നാണ് അഭിനവ് ഈ ഒരു വീഡിയോയിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് 2004 ശേഷം ഇന്ത്യയിൽ കുടിയേറുന്ന സമയത്താണ് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ ഒരാൾ ഇന്ത്യയിൽ വരികയും അവിടെ ഇന്ത്യയിൽ വെച്ച് അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്യുകയാണെങ്കിൽ
അപ്പോഴും ഈ ഇന്ത്യൻ പൗരത്വം ലഭിക്കാതിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യം അച്ഛനും അമ്മയും ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ ആളുകളാണ്, അതുകൊണ്ട് അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല. അതും നമ്മുടെ ഭരണഘടനാപരമായി ഒരു പ്രശ്നമാണ് എന്ന് തന്നെയാണ് അഭിനവ് കൂട്ടിച്ചേർക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പ്രകാരം പൗരന്മാർക്ക് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാവർക്കും സമത്വത്തിനും നിയമപരിരക്ഷയ്ക്കും അവകാശം ഉറപ്പുവരുത്തുന്നുണ്ട്. അതിന്റെ ലംഘനമാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അഭിനവ് തന്നെ പറയുന്നത്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ മകനായതുകൊണ്ട് ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുന്നു. അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇവിടെ നമ്മൾ ഉയർത്തിവെക്കുന്ന പ്രശ്നങ്ങൾ അത് ഇത്തരത്തിൽ ഉള്ള ഇവിടെ നമ്മുടെ സമൂഹം ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ മറ്റ് നാടുകളിൽ നിന്ന് ഇവിടെ വന്ന് വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് ഈ 2014 ഇല്ലെങ്കിൽ 2004 ഇല്ലെങ്കിൽ 1983 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ പൗരത്വം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഏത് തരത്തിലും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്യപ്പെടുന്നതിന് തുല്യമാണ് എന്ന വിലയിരുത്തലാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മിക്ക പാർട്ടികളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്താണ് കോടതി നിലപാടെന്ന് അറിയണം. ഭരണഘടനാപരമായി ഈ ഒരു കേസ് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ വലിയ വെല്ലുവിളികളായിരിക്കും കേന്ദ്രം നേരിടേണ്ടി വരിക എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പൗരത്വം നഷ്ടമാകുന്നവരുടെ വിഷമം, അതൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ കാണേണ്ടി വരും. നമ്മുടെ നാട്ടിലെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന സുപ്രീം കോടതിക്ക് ഇക്കാര്യത്തിൽ അടച്ചിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് പൗരത്വം നഷ്ടപ്പെടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ നിയമത്തിന്റെ നൂലാമാലകളിലൂടെ ഇഴകീറി പരിശോധിക്കുകയാണെങ്കിൽ പലർക്കും പൗരത്വം നഷ്ടപ്പെടും എന്നുള്ളതാണ് വസ്തുത. കേന്ദ്ര സർക്കാർ ഈ നിയമം നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയിൽ ഒരു വലിയ പ്രക്ഷോഭമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി തന്നെ കാണുന്നു എന്ന് തന്നെയാണ് ഐക്യരാഷ്ട്രസഭയും പറയുന്നത്. അതിന്റെ അർത്ഥം ഈ ഒരു പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള തീരുമാനം കുറച്ച് തെറ്റായി പോയി എന്ന് തന്നെയാണ് എന്ന് കരുതേണ്ടി വരും. എന്തായാലും DY ചന്ദ്രചൂഡിന്റെ മകൻ ഇപ്പോൾ നടത്തുന്ന ഈ ഒരു അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്.